ഹായ് ഹലോ ഗുഡ് ഈവനിങ് മിസ്സിന്റെ മക്കളൊക്കെ എല്ലാവരും മാത്സ് പഠിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നേക്കാണല്ലേ അല്ലേ? ഇവിടെ എല്ലാവരും സ്കൂളിലൊക്കെ പോയി ക്ഷീണിച്ചൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ ആ ക്ഷീണമൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റണം. കാരണം എന്താ, നമ്മൾ മാത്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോലെ തന്നെ നല്ല ഉഷാറായിട്ട് അടിച്ച് പൊളിച്ച് നമ്മളിത് പുതിയ ചാപ്റ്റർ പഠിക്കാനായിട്ട് പോവാണ് കേട്ടോ. മിസ് ഇന്ന് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പുതിയൊരു ചാപ്റ്റർ ആയിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് നോക്കിയടാ, ചാപ്റ്റർ 11 ലെറ്റർ മാത്ത് അഥവാ അക്ഷരക്കണക്ക്. ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സംഭവം ഏകദേശമൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും അല്ലെ? ലെറ്റർ മാത്ത് എന്താണ്? മാത്സിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാടാ? ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മുടെ ആൽഫബറ്റ്സ് ABCD അല്ലെ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മാറ്റി എഴുതാനായിട്ട് പോവാണ് അല്ലെ? നമ്മുടെ മാത്സിൽ നമ്മൾ എന്താ പണ്ട് തുടങ്ങി പഠിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലെറ്ററിലേക്ക് ഒന്ന് മാറ്റി എഴുതാനായിട്ട് പോവാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അധികം മിസ് പറഞ്ഞ് ഇങ്ങനെ കുഴപ്പിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ നോക്കിയടാ, മിസ് നിങ്ങളോട് പറയാണ് 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. എന്ത് ചെയ്യുക? 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. എല്ലാവരും വേഗം സ്കെയിൽ എടുത്തൊരു ലൈൻ അങ്ങോട്ട് വരച്ചേടാ. നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അല്ലെ? സ്കെയിൽ എടുക്കുന്നു, അതിൽ 5 സെന്റിമീറ്റർ മെഷർ ചെയ്യുന്നു, ദേ ഒരു ലൈൻ വരയ്ക്കുന്നു 5 സെന്റിമീറ്റർ. വെറുതെ റഫ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു ചരിവൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങോട്ട് ക്ഷമിച്ചേക്കാം. ഓക്കെ, അപ്പൊ 5 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ലൈൻ വരച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സിമ്പിൾ പരിപാടി. ഓക്കെ, ഇനി മിസ് പറയുന്ന കാര്യം ഇതാടാ, ഈ 5 സെന്റിമീറ്റർ ഉള്ള ഈ ലൈനില് റൈറ്റിൽ നിന്നും 1 സെന്റിമീറ്റർ നീങ്ങി എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ഇടണം. എന്ത് ചെയ്യണം? 5 സെന്റിമീറ്റർ ഉള്ള ഈ ലൈനിൽ എന്ത് ചെയ്യണോടാ? റൈറ്റിൽ നിന്ന് 1 സെന്റിമീറ്റർ നീങ്ങി എനിക്കൊരു പോയിന്റ് ഇടണം. റൈറ്റിൽ നിന്ന് 1 സെന്റിമീറ്റർ നീങ്ങി ഒരു പോയിന്റ് ഇടണം. മിസ് ഇവിടെ റഫായിട്ട് വെറുതെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും 1 സെന്റിമീറ്റർ എങ്ങനെയാ മെഷർ ചെയ്യുക? പലരും പല രീതിയിലായിരിക്കും ചെയ്യുക അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കിയതേ മിസ് ഇവിടെ കുറച്ച് രീതികൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ കുറച്ച് പേര് ഫസ്റ്റ് ടൈപ്പിലായിരിക്കും ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കി, 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചു. ഇതാണ് നമ്മുടെ 5 സെന്റിമീറ്റർ നീളത്തിലുള്ള ലൈൻ. എന്നിട്ട് എന്ത് ചെയ്യും എന്നറിയോ? ഇതുപോലെ സ്കെയിൽ ഒന്ന് പ്ലേസ് ചെയ്യും. സ്കെയിൽ പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? 1 സെന്റിമീറ്റർ ഇവിടെ കാണുന്നുണ്ട്. 1 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യും? പോയിന്റ് ഇടും. ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഇനി ഇതുമല്ലാതെ രണ്ടാമത്തെ ആൾക്കാരുണ്ട്. അവരെന്തായിരിക്കും ചെയ്തിരിക്കുന്നത്? 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? സ്കെയിൽ കൊണ്ടുവന്ന് താഴെ വെച്ചിട്ട് ഇവിടെ ഒരു 1 സെന്റിമീറ്റർ ഉണ്ട്. 1 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യും? പോയിന്റ് ഇടും. ഇങ്ങനെ ചെയ്യുന്ന രണ്ടാമത്തെ ആൾക്കാരുണ്ട്. ഇനി ഇത് രണ്ടും കൂടാതെ കുറച്ച് ആൾക്കാരെങ്കിലും മിസ് ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം ചെയ്തിട്ടുണ്ടാവും. എന്താണ് നോക്കിയടാ? 5 സെന്റിമീറ്ററിൽ ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ സ്കെയിൽ മാറ്റുന്നില്ല. 5 സെന്റിമീറ്റർ ലൈൻ വരച്ച് അതേപടി തന്നെ സ്കെയിൽ വെക്കുന്നു. എന്നിട്ട് 4 സെന്റിമീറ്ററിന്റെ അവിടെ ഒരു പോയിന്റ് ഇടുന്നു. അങ്ങനെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, നമ്മൾ 5 സെന്റിമീറ്റർ ലൈൻ വരച്ചിട്ട് സ്കെയിൽ മാറ്റാതെ തന്നെ എന്ത് ചെയ്തടാ? 4ന്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു പോയിന്റ് ഇട്ടു. അപ്പൊ കിട്ടിയിരിക്കുന്ന ലൈൻ എന്താണെന്ന് നോക്കി മിസ് ഇവിടെ ഒന്ന് എഴുതാട്ടോ. അപ്പൊ കിട്ടിയിരിക്കുന്ന ഇങ്ങനെയാണ്. ഇവിടെ 4 സെന്റിമീറ്റർ, നമ്മൾ 4 സെന്റിമീറ്റർ കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? ടോട്ടൽ 5 ആണ് അല്ലേടാ? ടോട്ടൽ ഈ ഒരു ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 4 സെന്റിമീറ്റർ കഴിഞ്ഞ് മിസ് ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര സെന്റിമീറ്റർ അവിടെ വരും അല്ലെ? 4 + 1 ചെയ്യുമ്പോഴാണ് അത് 5 ആകത്തുള്ളൂ. അപ്പൊ 4 കഴിഞ്ഞ് നമ്മൾ പോയിന്റ് ഇട്ടാൽ ബാക്കി അവിടെ എത്രയുണ്ട് മക്കളെ? 1 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ ലൈൻ വരച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താടാ പിടികിട്ടുക? ഈ 4 സെന്റിമീറ്ററിലാണ് ഞാൻ പോയിന്റ് ഇടേണ്ടത് എന്നുള്ളത് എനിക്ക് എങ്ങനെയാ കിട്ടിയിരിക്കുന്നത്? എങ്ങനെ എനിക്ക് കിട്ടുക? ഞാൻ പറഞ്ഞത് എന്താ? ടോട്ടൽ 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വേണം അല്ലെ? ഈ 5 സെന്റിമീറ്റർ നീളത്തിലുള്ള ലൈനില് 1 സെന്റിമീറ്റർ നീങ്ങി എനിക്കൊരു പോയിന്റ് ഇടാൻ എവിടെ പോയിന്റ് ഇടണമെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു? ഇത്രയേ ഉള്ളൂ. 5ൽ നിന്ന് 1നെ നമ്മൾ എന്ത് ചെയ്താ? മൈനസ് ചെയ്തു. 5ൽ നിന്ന് 1നെ നമ്മൾ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, 5ൽ നിന്ന് 4നെ മൈനസ് ചെയ്തു, അപ്പൊ 1 കിട്ടി. എങ്ങനെ വേണമെങ്കിലും പറയാലോ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 2-3 റിലേഷൻസ് മിസ് ഇവിടെ എഴുതാണ്. നമുക്ക് എന്താ കിട്ടിയത്? 5ൽ നിന്ന്
ഒന്നിനെ മൈനസ് ചെയ്യുമ്പോൾ 4 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്താ കിട്ടിയത്? 5ൽ നിന്ന് ഈ 4നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഇങ്ങനെയും നമുക്ക് കിട്ടി അല്ലെ. ഈ 5ൽ നിന്ന് 1നെ മൈനസ് ചെയ്തു 4 കിട്ടി, 5ൽ നിന്ന് 4നെ മൈനസ് ചെയ്തു 1 കിട്ടി അല്ലെ. ഈ റിലേഷൻ നമുക്ക് കിട്ടി. ഇനി മറ്റൊരു റിലേഷൻ കൂടി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമല്ലോടാ. എന്താ നമുക്ക് കിട്ടുക? ഈ 4ഉം 1ഉം കൂടി കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുന്നേ? ഈ ടോട്ടൽ ലൈനിന്റെ ലെങ്ത് കിട്ടും അല്ലെ. ഈ 4ഉം 1ഉം കൂടി കൂട്ടിയാൽ ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ ലൈനിന്റെ ലെങ്ത് കിട്ടും. സോ 5 = 4 + 1 എന്ന് പറഞ്ഞ് ഇങ്ങനെയും എനിക്കൊരു റിലേഷൻ കിട്ടും. ഇവിടെ നോക്കിയാൽ 1, 2, 3 റിലേഷൻസ് ആണ് എനിക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. ഓക്കെ, ഇനി മിസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഈ ലൈനിൽ നമ്മളിപ്പോൾ എടുത്തിരുന്നത് എന്താണ്? 4 എന്നും 1 എന്നും ആണ് അല്ലെ. അതിന് പകരം മിസ് കുറച്ച് ലെറ്ററുകൾ കൊടുക്കുകയാണ്. എന്ത് ചെയ്യാണ്? ഈ 4ന് പകരം മിസ് എന്ത് ചെയ്യാണ്? L എന്ന് കൊടുക്കുകയാണ് കേട്ടോ. പേര് കൊടുക്കുകയാണ്, വെറുതെ ഒന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ ഉണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്യാണ്? L സെന്റിമീറ്റർ നീങ്ങി ഒരു പോയിന്റ് ഇടുന്നു. ഇത് ഞാൻ 6 ആണെന്ന് എടുക്കുന്നു കേട്ടോ. അപ്പൊ നോക്കുക, ഇവിടം മുതൽ ഈ പോയിന്റ് വരെയുള്ള നീളം L ആണെന്ന് മിസ് എടുത്തു. ഓക്കെ, ഇനി ഇവിടം മുതൽ ഇവിടെയും വരെയുള്ള നീളം 6 ആണെന്ന് മിസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ റിലേഷൻസിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? നോക്കി, ഈ L കിട്ടുന്നത് എങ്ങനെയാണ്? ഈ 4 കിട്ടുന്നത് എങ്ങനെയാണ്? 5ൽ നിന്ന് 1 മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ L കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 5ൽ നിന്ന് 6നെ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു റിലേഷൻ കിട്ടി. 5 - 6 = L. അതുപോലെ തന്നെ അടുത്ത് നോക്കിയിടാതെ 5ൽ നിന്ന് 4നെ മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും അല്ലെ. 5ൽ നിന്ന് 4നെ മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. അതുപോലെ നമുക്ക് എന്ത് പറയാം? 5ൽ നിന്ന് Lനെ മൈനസ് ചെയ്യുമ്പോൾ 6 കിട്ടും എന്ന് പറയുന്ന അടുത്ത റിലേഷൻ നമുക്ക് എഴുതാം. 5ൽ നിന്ന് Lനെ മൈനസ് ചെയ്യുമ്പോൾ 6 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത റിലേഷൻ എന്താ? ഈ മുകളിൽ വരുന്ന 2 പേരെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ലെങ്ത് കിട്ടും. അപ്പൊ മുകളിൽ വരുന്ന ആരൊക്കെയാണ്? നമ്മുടെ L ഉണ്ട്, 6 ഉണ്ട്. ഇവരെ തമ്മിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ ആയിട്ടുള്ള 5 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. അപ്പൊ അടുത്ത റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാടാ? അടുത്ത റിലേഷൻ എഴുതാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? Lഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. ഓക്കെ, ഈ റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാലോ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി മിസ് ഒരു കാര്യം കൂടി ചെയ്യാണ്. ഈ 5 എന്ന് പറയുന്നതേ, ഈ 5 എന്ന് പറയുന്ന സാധനത്തിന് മിസ് ഒന്ന് മാറ്റുന്നു. 5 മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്? അതിനെ കോമൺ ആയിട്ട് D എന്ന് മിസ് വിളിക്കുകയാണേ. അതായത് ആ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് മിസ് എടുത്തു? D ആണെന്ന് എടുത്തു. ഓക്കെ, 5, 6, 7 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു D ആണെന്ന് മിസ് എന്ത് ചെയ്യാണ്? എടുക്കുകയാണ്. 5 മാറ്റി നമ്മൾ D ആക്കി. D സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈനാണ് ഇതെന്ന് നമ്മൾ എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ റിലേഷൻസിലെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? 5നെ മാറ്റി നമുക്ക് എന്ത് എഴുതാം? D എഴുതാം. D എഴുതി, D എഴുതി, D എഴുതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി മക്കളെ? നോക്കി, ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള റിലേഷൻസ് നമുക്ക് കിട്ടി. അപ്പൊ നമ്മളിപ്പോ ആദ്യം പറഞ്ഞ മാത്സ്, കണക്ക് എന്ന് പറയുന്നത് എന്തിലായിരുന്നു? നമ്പേഴ്സിലായിരുന്നു. അതിന് നമ്മൾ എന്തിലേക്ക് മാറ്റിയിടാ? ലെറ്റേഴ്സിലേക്ക് മാറ്റി. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ലെറ്റർ മാത്ത് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ലേ? ആണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നോക്കടാ, D കിട്ടാനായിട്ട് അല്ലെങ്കിൽ Dയിൽ നിന്ന് 6നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L കിട്ടും. അതുപോലെ Dയിൽ നിന്ന് Lനെ മൈനസ് ചെയ്താൽ ബാക്കിയുള്ള നമുക്ക് 6 കിട്ടും. അതുപോലെ Lഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ ലെങ്ത് D നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് ഈ ലെറ്റർ മാത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ? ഇനി അടുത്ത നമുക്ക് പഠിക്കാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കോളൂ, നമുക്ക് കുറച്ച് ഫിഗറുകൾ അല്ലെ, കുറച്ച് ഷേപ്പുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഷേപ്പുകൾ നോക്കിയടാ. ഫസ്റ്റ് ഷേപ്പ് നോക്കുകയാണെ. ഫസ്റ്റ് ഷേപ്പിന്റെ പേരെന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നോക്കി, 1, 2, 3, 4 അല്ലെ. 4 സൈഡ്സ് ആണ് ഈ ഷേപ്പിനുള്ളത്. 4 സൈഡുള്ള ഈ ഷേപ്പിന് നമ്മളൊരു പേര് വിളിക്കുമല്ലോ. പേരെന്താ? എന്താണ്? ക്വാഡ്രിലാറ്ററൽ എന്ന് നമ്മൾ ഇതിനെ പേര് വിളിക്കാറുണ്ട് അല്ലെ. ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അതിന്റെ പേര് പഠിക്കലല്ല നമ്മുടെ പരിപാടി. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ നോക്കി, ഇതിന് 4 സൈഡ്സ് ഉണ്ട് അല്ലെ. 4 സൈഡ്സ് ഉള്ള ഷേപ്പാണിത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കി, 1, 2, 3, 4, 5 അല്ലെ. 5 സൈഡ്സ് ഉണ്ട്. 5 സൈഡ്സ് ഉള്ള ഷേപ്പാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 അല്ലെ. 6 സൈഡ്സ് ഉള്ള ഷേപ്പാണ് അടുത്ത കൊടുത്തിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4, 5, 6 ഇങ്ങനെ പോകുന്ന ഈ ഷേപ്പുകളെയൊക്കെ നമ്മൾ പൊതുവായിട്ട് പോളിഗൺ എന്ന് പറയാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ വരുമ്പോഴേക്കും പഠിക്കും. ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞതേ ഉള്ളൂ. ഇതിനെ നമ്മൾ പോളിഗൺ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയോടാ? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു പോളിഗണിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഷേപ്പുകളിൽ നമ്മൾ ഈ ഒരു ഓരോ പോയിന്റിനെയില്ലേ, ഇവരുടെ എൻ പോയിന്റ്സ്, മൂല എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഈ മൂലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ് എന്ന് കേട്ടോ. മക്കളെ അതൊന്ന് ഓർത്തിരിക്കുക. വെർട്ടെക്സ്, മൂല എന്ന് നമ്മൾ പറയും കേട്ടോ. ഓരോ മൂലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ഇതാണ്, ഇതിലെ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യുക, ഒരു മൂല നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന മൂലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ വരയ്ക്കുന്നു. എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് വരുന്ന, അതായത് അതിനോട് അഡ്ജസന്റ് അല്ലാത്ത ആൾക്കാരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലൈൻ വരയ്ക്കുന്നു. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത് കിടക്കുന്ന മൂലകൾ അല്ലെ. അപ്പൊ ഈ ഒരു മൂല മിസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് കിടക്കുന്ന മൂലകൾ ഏതൊക്കെയാണ്? ആ വെർട്ടെക്സ് ഇതുമാണ് അല്ലെ. അപ്പൊ അടുത്ത് കിടക്കുന്ന വെർട്ടെക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആ ലൈൻ വരയ്ക്കുന്നില്ല. ഓൾറെഡി അവിടെ ലൈൻ ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഈ മൂലയിലേക്കും ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? ഓപ്പോസിറ്റ് വരുന്ന അടുത്തടുത്ത് അല്ലാത്ത മൂലകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈൻ വരയ്ക്കുന്നത്. അപ്പൊ ഏത് മൂലയാണ് ഓപ്പോസിറ്റ് വരുന്നത്? ഇവരാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. മിസ് വരയ്ക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ മൂലയിലേക്ക് ഒരു ലൈൻ മിസ് വരച്ചു. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ഷേപ്പിൽ ചെയ്യാനായിട്ട് പോവാടാ. അടുത്ത ഷേപ്പിലെ മിസ് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്ത് കിടക്കുന്ന മൂലകൾ ഏതൊക്കെയാണ്? ആ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇതുമാണ് അല്ലെ. ഇതുമാണ്. അപ്പൊ അവിടേക്ക് ഓൾറെഡി എന്തുണ്ട്? ലൈൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അടുത്തടുത്ത് അല്ലാത്ത മൂലകളിലേക്ക് ലൈൻ വരച്ചാൽ മതി. അത് ഏതൊക്കെയാണ്? ഈ മൂലയും ഈ മൂലയും അല്ലെ. ഈ വെർട്ടെക്സും ആണ് എന്ത്? ഇതിന്റെ അടുത്തല്ലാത്ത വെർട്ടെക്സുകൾ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്? ലൈൻസ് വരച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഒരു ലൈൻ വെച്ച് നമ്മൾ അതിനെ ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കോ. ഇനി 6 സൈഡുള്ള അടുത്ത നമ്മുടെ ഷേപ്പ് നമ്മൾ എടുക്കുകയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് മക്കളെ? നമ്മുടെ അടുത്തല്ലാത്ത പോയിന്റ്സിലേക്ക്, വെർട്ടെക്സിലേക്ക് എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്, ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്, ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട് അല്ലെ. ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ലൈൻസ് വരയ്ക്കുന്നു. ഈ ലൈൻസ് വരയ്ക്കാൻ പോകുന്നു മിസ്. ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇവിടെയും ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ ഈ ലൈൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കി നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഇപ്പൊ ഫസ്റ്റ് ഫിഗർ ഒന്ന് നോക്കിയടാ. 4 സൈഡുള്ള നമ്മുടെ ക്വാഡ്രിലാറ്ററൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾസ് കിട്ടി നോക്കിയ മക്കളെ? രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി അല്ലെ. ഒരു ലൈൻ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടി. ഇവിടെ നോക്കി, 2 ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടി അല്ലെ. ഇവിടെ നമ്മൾ നോക്കിയിടാം 3 ലൈൻസ് വരച്ചു കഴിഞ്ഞപ്പോൾ 1, 2, 3, 4 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി അല്ലെ. ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ? വഴിയെ വരുന്നുണ്ട്, നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ പരിപാടി. എന്താ നമുക്ക് ചെയ്യേണ്ടേ? ഈ ഒരു ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? സൈഡ്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളം എന്താ? ലൈൻസ് വിത്തിൻ, അകത്തെ വരകൾ. അടുത്തത് ട്രയാങ്കിൾസ്. ഇവരുടെയൊക്കെ എണ്ണമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. എത്ര എണ്ണമുണ്ട് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് എന്താ? 4 സൈഡുള്ള നമ്മുടെ ക്വാഡ്രിലാറ്ററലിനെയാണ് കേട്ടോ. അപ്പൊ മിസ് എഴുതാണ് 4 സൈഡ്. അപ്പൊ 4 എന്ന് എഴുതി. ഓക്കെ, ഇതില് ലൈൻസ് വിത്തിൻ, അകത്തെ വരകൾ. എത്ര വരകളാണ് നമ്മൾ അകത്ത് വരച്ചത്? ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ നമുക്കറിയാം ഒരൊറ്റ വര മാത്രമേ നമ്മൾ വരച്ചുള്ളൂ അല്ലെ. അപ്പൊ ലൈൻസ് വിത്തിൻ, അതിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? 1 എന്ന് എഴുതുന്നു. ഇനി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ് അടുത്ത കോളത്തിൽ നമുക്ക് എഴുതണ്ട അല്ലെ. അപ്പൊ എത്ര ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടിയത്? 1, 2 അല്ലെ. 2 ട്രയാങ്കിൾസ് കിട്ടി. സോ മിസ് അവിടെ 2 എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോടാ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ 4, 1, 2 എന്ന് നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സൈഡ് എത്ര സൈഡായിരുന്നു? 5 ഉണ്ട്, 6 ഉണ്ട് അല്ലെ. 5 സൈഡുള്ളതിന്റെ നമുക്ക് നോക്കാം. 5 സൈഡുള്ളതിൽ നമ്മൾ എത്ര ലൈൻസ് ആണ് വരച്ചത്? 2 ലൈൻസ് ആണ് വരച്ചത്. സോ മിസ് ഇവിടെ എഴുതുന്നു 2. ഓക്കെ, എത്ര ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടിയത് നോക്കിയ മക്കളെ? 1, 2, 3 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. സോ നമ്മളിവിടെ എഴുതുന്നു 3 ട്രയാങ്കിൾസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ 6 സൈഡുള്ള ഷേപ്പ് ആയിരുന്നു. അവിടെ നമ്മൾ എത്ര ലൈൻസ് ആണ് വരച്ചത് മക്കളെ? നോക്കിയടാ, 1, 2, 3 അല്ലെ. 3 ലൈൻസ് ആണ് നമ്മൾ വരച്ചത്. എത്ര ട്രയാങ്കിൾസ് വന്നു? 1, 2, 3, 4 ട്രയാങ്കിൾസ് വന്നു. അപ്പൊ നമുക്ക് എഴുതാലോ? എഴുതിക്കോളൂ. എത്രയാണ്? 3 ലൈൻസ് നമ്മൾ വരച്ചു, നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ അടുത്ത സൈഡ് 7 സൈഡുള്ള ആളുടെ എഴുതുന്നു, 8 സൈഡുള്ള ആളുടെ എഴുതുന്നു. ഇങ്ങനെ എഴുതി പോയാൽ
നമുക്ക് ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം, എന്തെങ്കിലും റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇവിടെ നോക്കിയടാ, ദേ നമ്പർ ഓഫ് സൈഡ്സ് ഇവിടെയുണ്ട്, ലൈൻസ് വിത്തിൻ അല്ലെ, അകത്തുള്ള വരകളുടെ എണ്ണം ഇവിടെയുണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കിയടാ. ഈ 1 കിട്ടുന്നത് എങ്ങനെയാണ് നോക്കി, 4ൽ നിന്ന് 3നെ മൈനസ് ചെയ്യുമ്പോഴല്ലേ മക്കളെ 1 കിട്ടുന്നത് അല്ലേടാ. ഒന്ന് എഴുതി നോക്കിയത്, 4ൽ നിന്ന് 3നെ മൈനസ് ചെയ്തു, അപ്പോഴല്ലേ നമുക്ക് 1 കിട്ടുക അല്ലേ. 4 - 3. അപ്പൊ നിങ്ങൾ വിചാരിക്കും 3 എവിടെ നിന്നാണ് മിസ്സേ വന്നത്? 3നെ എന്താ നമ്മൾ മൈനസ് ചെയ്തത്? ഇവിടെ നോക്കിയടാ, നമുക്കറിയാം അല്ലെ. ഇവിടെ നോക്കി, ഓൾറെഡി ഈ ഒരു പോയിന്റിനോട് അഡ്ജസന്റ് ആയിട്ടുള്ള അടുത്ത് വരുന്ന പോയിന്റ്സ് ആണ് ഏതൊക്കെ? 1, 2, അതുപോലെ ഈ ഒരു പോയിന്റും. അങ്ങനെ ടോട്ടൽ 4 പോയിന്റ്സ്, 4 വെർട്ടെക്സ് ഉള്ളതിൽ 1, 2, 3 വെർട്ടെക്സുകൾ പോയി അല്ലെ. ബാക്കിയുള്ള ഒരു വേർട്ടെക്സിലേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് അറിയോ? നമ്പർ ഓഫ് ലൈൻസ് കിട്ടാനായിട്ട് നമ്മൾ ഈ പറയുന്ന 3 മൂലകളെയും ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 4ൽ നിന്ന് 3നെ മൈനസ് ചെയ്യുക. അതുപോലെ ഇവിടെ നോക്കിയിടാ, ഇവിടെ 1, 2, 3 ഇവർ അഡ്ജസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അഡ്ജസന്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല? ലൈൻ വരയ്ക്കില്ല. അപ്പൊ ഈ 3 പേരെ നമ്മൾ മാറ്റുന്നു. അപ്പൊ 5ൽ നിന്ന് 3നെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 എന്ന് കിട്ടുന്നത്. അപ്പൊ 5ൽ നിന്ന് 3നെ മിസ് മൈനസ് ചെയ്തപ്പോൾ 2 കിട്ടി. അതുപോലെ 6 സൈഡിന്റെ കേസ് എടുക്കുമ്പോൾ 6ൽ നിന്ന് 3 മൈനസ് ചെയ്തപ്പോൾ 3 കിട്ടി. അപ്പൊ ഈ ലൈൻസ് വിത്തിൻ അല്ലെ, അകത്തെ വരകളുടെ എണ്ണം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? സൈഡ് എത്രയാണോ അതിൽ നിന്ന് 3നെ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇനി നമ്മൾ ഫിഗർ വരച്ച് നോക്കാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാലോ. നോക്കിയടാ, 7 സൈഡുള്ള ഒരു പോളിഗൺ, ഒരു ഫിഗർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ലൈൻസ് വരയ്ക്കാനായിട്ട് പറ്റും? ഇതുപോലെ എത്ര ലൈൻസ് വരയ്ക്കാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്താൽ മതി? 7ൽ നിന്ന് 3നെ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടും. ഇതുപോലെ 8 സൈഡ് ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? 8 - 3 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഇനി മിസ് ചോദിക്കട്ടെ, 15 സൈഡ് ഉള്ളതാണെങ്കിലോ നമുക്ക് എത്ര ലൈൻസ് അകത്ത് വരയ്ക്കാം? 15ൽ നിന്ന് 3നെ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12 ലൈൻസ് വരയ്ക്കാം എന്ന് നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് ഈ സൈഡ്സും ലൈൻസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താ? വശത്തിൽ നിന്ന് എത്ര വശമുണ്ടോ അതിൽ നിന്ന് 3നെ കുറച്ചാൽ, 3 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? അകത്തെ വരകളുടെ എണ്ണം കിട്ടും. അപ്പൊ നമുക്ക് അവിടെ ഒരു റിലേഷൻ കിട്ടി അല്ലെ, ഒരു ബന്ധം കിട്ടി. എന്താണ് നമുക്ക് കിട്ടിയ ബന്ധം? നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് എന്താടാ? നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 3നെ മൈനസ് ചെയ്താൽ മതി അല്ലെ. വരകളുടെ എണ്ണം, മലയാളം മീഡിയംകാർക്ക് വേണ്ടി മിസ് എഴുതുന്നുണ്ട്. വരകളുടെ എണ്ണം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാണ് മക്കളെ പറഞ്ഞത്? എന്ത് ചെയ്യണോടാ? വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 3നെ മൈനസ് ചെയ്യുക. വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്യണോടാ? 3നെ അങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്കൊരു റിലേഷൻ കിട്ടി അല്ലെ. ഇനി ഈ റിലേഷൻ നമുക്ക് വേണ്ടത് എങ്ങനെയാടാ? ലെറ്റർ മാത്ത് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റേഴ്സിലേക്ക് മാറ്റണം. നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം? ലെറ്റേഴ്സിലേക്ക് മാറ്റണം. അപ്പൊ ലെറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മിസ് ഇവിടെ ചെയ്യുന്നത് ലൈൻസ് ആണ് അല്ലെ. അപ്പൊ മിസ് എന്ത് ചെയ്യുന്നു? ഈ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നതിന് പകരം മിസ് എന്ത് ചെയ്യാണ്? L എന്ന് അതിന് പേര് കൊടുക്കുന്നു. അപ്പൊ നമ്പർ ഓഫ് ലൈൻസിന് മിസ് എന്ത് പേര് കൊടുത്തു? L എന്ന പേര് കൊടുത്തു. അപ്പൊ ഈ ഒരു ഭാഗത്തിന് നമ്മുടെ ലെഫ്റ്റ് സൈഡിന് മിസ് L എന്ന് വിളിച്ചു. ഇനി നമ്പർ ഓഫ് സൈഡ്സിനെ, നമ്പർ ഓഫ് സൈഡ്സിനെ മിസ് എന്തെന്ന് വിളിക്കുകയാണ്? S എന്ന് വിളിക്കുകയാണ്. എന്തെന്ന് വിളിക്കുന്നു? S എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സിന് മിസ് എന്തെന്ന് വിളിച്ചു? S എന്ന് വിളിച്ചു. -3. അപ്പൊ നമുക്കൊരു റിലേഷൻ കിട്ടിയില്ലേടാ? ലെറ്ററിലുള്ള ഒരു റിലേഷൻ അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്? L = S - 3 എന്ന് പറയുന്ന നമ്മുടെ റിലേഷൻ നമുക്ക് കിട്ടി. സെറ്റാണോടാ? കിട്ടിയോടാ? ലെറ്റർ മാത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ? ഓക്കെ, ഇനി ഇതുപോലെ തന്നെ മക്കളെ നമുക്ക് എന്ത് ചെയ്യാടാ? ട്രയാങ്കിൾസിന്റെ കാര്യവും കൂടി ഒന്ന് നോക്കാം അല്ലെ. ട്രയാങ്കിൾസിന്റെ കാര്യം നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയേ, 4 സൈഡ് വന്നപ്പോൾ 2 ട്രയാങ്കിൾ വന്നു. 5 സൈഡ് വന്നപ്പോൾ 3 ട്രയാങ്കിൾ വന്നു. 6 സൈഡ് വന്നപ്പോൾ 4 ട്രയാങ്കിൾ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ്സും ട്രയാങ്കിൾസും തമ്മിൽ എന്താണ് ബന്ധം? എന്താണ് അവർ തമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന ബന്ധം? നമുക്ക് നോക്കാല്ലേ. ഈ 4ൽ നിന്ന്
രണ്ടിനെ മൈനസ് ചെയ്യുമ്പോഴല്ലേ മക്കളെ 2 കിട്ടുന്നത് അല്ലേ? നോക്കിക്കോടാ, ദേ 4-ൽ നിന്ന് മിസ് വേറെ കളർ എടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, 4-ൽ നിന്ന് 2നെ മൈനസ് ചെയ്യുമ്പോഴല്ലേടാ 2 കിട്ടുക. അതുപോലെ ദേ 5 സൈഡ് ഇവിടെ ഉണ്ടായിരുന്നു, 5-ൽ നിന്ന് 2നെ മൈനസ് ചെയ്യുമ്പോഴല്ലേടാ 3 കിട്ടുക ആണല്ലോ. അതുപോലെ ദേ അടുത്ത സൈഡ് 6 ആയിരുന്നു, 6-ൽ നിന്ന് 2നെ മൈനസ് ചെയ്യുമ്പോഴല്ലേ ഈ 4 കിട്ടുന്നത്. ത്രികോണങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ത്രികോണങ്ങളുടെ ട്രയാങ്കിൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണോ അതിൽ നിന്ന് 2നെ മൈനസ് ചെയ്താൽ മതി. സെറ്റാണോ? കേറിയോ? തലയിൽ കേറിയോ? അതൊക്കെ കേറി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ട്രയാങ്കിൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2നെ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ ഒരു റിലേഷൻ കിട്ടി. എന്താണ്? നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സൈഡ്സിൽ നിന്ന് എന്ത് ചെയ്താൽ മതിയടാ? 2നെ മൈനസ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ എന്താണ്? ത്രികോണങ്ങളുടെ എണ്ണം കിട്ടാൻ ത്രികോണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട മക്കളെ? എന്ത് ചെയ്യണോടാ? വശങ്ങളുടെ എണ്ണം എടുക്കുക. വേഗം ആയിക്കോട്ടെ, വേഗം എഴുതാം കേട്ടോ. വശങ്ങളുടെ എണ്ണം എടുക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 2നെ മൈനസ് ചെയ്താൽ മതി. സെറ്റ് ആണല്ലോ. നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ മതിയോ? ഇല്ല, നമുക്ക് എന്ത് ചെയ്യണം? ലെറ്റർ മാത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ മിസ് ഇവിടെ ചെയ്യുന്നതാടാ ട്രയാങ്കിൾസ് ആണ് അല്ലെ? ട്രൈ ആംഗിൾസ്. ടി ആണ് ഫസ്റ്റ് ലെറ്റർ അല്ലെ? അപ്പൊ മിസ് എടുക്കാണ് നമ്പർ ഓഫ് ട്രയാങ്കിൾസിന് ടി എന്ന് മിസ് പേര് വിളിച്ചു. നമ്പർ ഓഫ് ട്രയാങ്കിൾസിന് പകരം മിസ് എന്തെടുത്തു? ടി എന്ന് എടുത്തു കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് ഇങ്ങനെ മിസ് പറയുന്ന ഈ സെയിം ലെറ്റർ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ ഒക്കെ യൂസ് ചെയ്യാം. മിസ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പോലെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ടി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈഡ്സ്. നമ്പർ ഓഫ് സൈഡ്സിന് നമ്മൾ ഏത് ലെറ്റർ വെച്ച് എഴുതിയത്? എസ് വെച്ചിട്ട് അല്ലെ? അപ്പൊ എസ് എന്ന് മിസ് എടുത്തു, -2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതേ നമ്മുടെ അടുത്ത റിലേഷൻ കിട്ടി. ടി ഇസ് ഈക്വൽ ടു S-2. ലെറ്ററിലേക്ക് ആയില്ലേ? ലെറ്റർ മാത്ത് ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാം അല്ലെ? വേണമെങ്കിൽ ലൈൻസ് വിത്തിൻ, അകത്തെ വരകളും അതുപോലെ തന്നെ ട്രയാങ്കിൾസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? സൈഡ്സും ട്രയാങ്കിൾസും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് അകത്ത് വരച്ചിരിക്കുന്ന വരകളുടെ എണ്ണവും ത്രികോണങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയടാ, ദി ലൈൻസ്, നമ്പർ ഓഫ് ലൈൻസ്. ഇവിടെ ഒരു ലൈനാണ് ഉണ്ടായിരുന്നത്, അപ്പൊ എണ്ണം എത്രയായി? 2 ആയി. ഇവിടെ 2 ലൈൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ ത്രികോണങ്ങൾ എത്രയായി? 3 ആയി. ഇവിടെ 3 വന്നപ്പോൾ 4 ആയി. അപ്പൊ 4 വരുമ്പോൾ എന്ത് വരും? 1 കൂടിയാണ് വന്നിരിക്കുന്നത് അല്ലെ? ഇവിടെ നോക്കി, 1 വന്നപ്പോൾ 2 വന്നു, 1 + 1 2. അടുത്തത് 2 വന്നപ്പോൾ അതിനോട് 1 കൂട്ടി 3 കിട്ടി. 3 വന്നപ്പോൾ അതിനോട് 1 കൂട്ടി 4 കിട്ടി. അപ്പൊ 4 വരുമ്പോൾ എത്രയായിരിക്കും വരിക? 4നോട് 1 കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഇപ്പൊ ഇവിടെ 5 വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അതിനോട് 1 കൂട്ടുക, 6 കിട്ടും. അപ്പൊ ഇവിടെ 12 വരുമ്പോൾ എന്തായിരിക്കും വരിക? 13, 1 കൂട്ടുക അല്ലെ? അപ്പൊ വരകളുടെ എണ്ണത്തിനോട് 1 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന മക്കളെ? ട്രയാങ്കിൾസിന്റെ എണ്ണം കിട്ടുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു റിലേഷൻ അവിടെ കിട്ടിയിടാം. നമുക്ക് നോക്കാം ഏതാണ് നമ്മുടെ റിലേഷൻ. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ട്രയാങ്കിൾസ് എന്നുള്ളത് മിസ് ഇങ്ങനെ എഴുതാടാ, ഷോർട്ട് ഫോമിലാണ് കേട്ടത്. ഓക്കെ, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നതിന് മിസ്സിന് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ലൈൻസ് +1 എന്ന് എഴുതാം കേട്ടോ. നമ്പർ ഓഫ് ലൈൻസ് +1 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, ഇതിനൊക്കെ മിസ് പേര് കൊടുക്കുകയാണ്. നമ്പർ ഓഫ് ട്രയാങ്കിൾസിന് നമ്മൾ എന്ത് പേരാണ് വിളിച്ചത്? ടി എന്നാണ് വിളിച്ചത്. നമ്പർ ഓഫ് ലൈൻസിന് നമ്മൾ എന്ത് ലെറ്ററാണ് യൂസ് ചെയ്തത്? എൽ എന്നാണ് യൂസ് ചെയ്തത്. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു L+1 എന്ന് പറയുന്ന അതേ ഒരു സൂപ്പർ ഒരു റിലേഷൻ കൂടി നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ റിലേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോടാ? അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്തത് എന്താണ്? നമ്മൾ സാധാരണ ചെയ്യാറുള്ള മാത്സിനെ കണക്കിനെ നമ്മൾ എന്ത് ചെയ്തു? അക്ഷരത്തിലേക്ക് അല്ലെ, ലെറ്ററിലേക്ക് മാറ്റി നല്ല അടിപൊളിയായിട്ട് നമ്മൾ എഴുതി. ഓക്കെ ആണല്ലോടാ? സിമ്പിൾ ആണല്ലോ. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ, 2 എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലെറ്റർ മാത്തിനെ ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാടാ? ഇതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് മിസ് വരും കേട്ടോ.
അപ്പോൾ ഈ ക്ലാസ് കണ്ടിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും വരാൻ കേട്ടോ. ഒരിക്കലും ആരും മറന്നു പോരുത്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ലെറ്റർ മാത്ത് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഇത് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാക്കലാം അല്ലേടാ. ഓക്കെ, ബൈ ബൈ.